ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ വരാൻ പോകുന്ന നല്ലൊരു കിടിലൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ റിവ്യൂവിൽ പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വർഷ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വർഷയ്ക്ക് ഒരു വയറുവേദന അങ്ങോട്ട് വരികയാണ്. വയറുവേദന എടുത്തിട്ട് വേദന താങ്ങാൻ കഴിയാതെ വർഷ അവിടെയുള്ള സാറിനോട് പറയുന്നുണ്ട്, ഞാനിന്ന് ലീവ് എടുക്കുകയാണെന്നും എനിക്ക് സുഖമില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണെന്നും. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് ഓണർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും വീട്ടിൽ ചെന്നിട്ട് ഞാൻ റെസ്റ്റ് എടുത്തോളാം അങ്ങനെയും പറഞ്ഞിട്ട് വർഷ പോവുകയാണ്. ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റിലേക്കാണ് വർഷ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ വർഷ അവിടെ വെച്ച് കാണുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, നീ രാവിലെ സ്റ്റുഡിയോയിലേക്കാണെന്നും പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്ത് പറ്റി വർഷേ? അല്ല, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അപ്പോൾ വർഷ ശ്രീകാന്തിനോട് പറയാണ്, അത് പിന്നെ ശ്രീകാന്ത്, എനിക്ക് നല്ല വയറുവേദന എടുക്കുന്നു, അതാണ് ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്ക് അവിടെ നിന്നിട്ട് ആകെ വല്ലായിക. ശ്രീകാന്തിനാണെങ്കിലും ഇത് കേട്ട് ആകെ പരിഭ്രമാവുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷയോട്. എന്നാൽ ഹോസ്പിറ്റലിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലെന്നും വീട്ടിൽ ചെന്നിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയും ചൂടുവെള്ളമൊക്കെ ഒന്ന് കുടിച്ചാലും ഇതൊക്കെ അങ്ങോട്ട് മാറിക്കോളെന്ന് പറയുകയാണ് വർഷ. ഗ്യാസ് കയറിയതോ മറ്റോ ആയിരിക്കും, രാവിലെ ഫുഡൊന്നും കഴിച്ചത് ശരിയായിട്ടുണ്ടാവില്ല, അതിന്റെ വല്ലതും ആയിരിക്കും എന്നും കൂടെ വർഷ പറയുന്നത് കേട്ടിട്ട്, എങ്കിൽ പിന്നെ നീ വീട്ടിലേക്ക് പോയിക്കോ, അല്ല ഞാൻ നിന്നെ കൊണ്ടാക്കണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാൻ കൊണ്ടാക്കണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകാന്ത് എന്റെ കൂടെ വരുമോന്ന്. എന്താ വർഷ ഇപ്പൊ വരാനോ? നീ എന്താ പറയുന്നത്? ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അതുമല്ല ഇത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ? ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയിക്കോ. ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട് വർഷയും. അങ്ങനെ വീട്ടിലെത്തി വർഷ രേവതിയോടും തനിക്ക് നല്ല സുഖമില്ലെന്നും വയറുവേദനയാണെന്നും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകാമെന്ന് ശ്രീകാന്ത് എന്നോട് പറഞ്ഞതാണ്, പിന്നെ ഞാനാണ് പോണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ശ്രീകാന്ത് എന്നോട് പറഞ്ഞു ഏട്ടത്തിയുടെ കയ്യിൽ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ കാണുമെന്നൊക്കെ. രേവതിയാണെങ്കിലും അത് കേൾക്കേണ്ട താമസം വർഷയുടെ വയറുവേദന മാറാൻ വേണ്ടിയിട്ട് അയ്മോദകം ഇട്ട വെള്ളമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. വർഷയാണെങ്കിൽ അതൊന്ന് മണത്ത് നോക്കിയിട്ടൊക്കെ കുടിക്കാൻ നോക്കുമ്പോൾ അതിൽ നിന്നൊരു വല്ലാത്ത സ്മെല്ല് വരുന്നത് കൊണ്ട് തന്നെ ഇതെങ്ങനെ കുടിക്കുമെന്നൊക്കെ രേവതിയോട് ചോദിക്കുന്നുണ്ട്. അതങ്ങോട്ട് ഒറ്റ വലിക്ക് കുടിക്കുന്നുണ്ട്. എന്നാൽ അത് കുടിച്ചു കഴിയുമ്പോഴേക്കും വർഷ വൊമിറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഈ സമയത്താണ് ചന്ദ്രമതി വന്നിട്ട്, എന്താടി ഇനി ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്തത്? എന്താ മോളെ വർഷ, എന്താ നിനക്ക് പറ്റിയത്? അത് പിന്നെ ആന്റി, എനിക്ക് രേവതി ഏട്ടത്തി ഒന്നും കലക്കി തന്നൊന്നുമല്ല, എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഏട്ടത്തി എനിക്ക് എന്തോ കുറച്ച് മരുന്നുകളിലും ഉണ്ടാക്കി തന്നതാ. അപ്പോ ചന്ദ്രമതി ഇത് കേട്ട് എന്ത് മരുന്നുകളിലാണെന്ന് രേവതിയോട് ചോദിക്കുമ്പോൾ അത് മരുന്നുകളിലും ഒന്നും അല്ലെന്നും ഇത്തിരി അയ്മോദകം ഇട്ടിട്ട് തിളപ്പിച്ച് വെള്ളം കൊടുത്തതാണെന്നും എനിക്ക് വയറുവേദനയൊക്കെ വരുമ്പോ എന്റെ അമ്മ ഇങ്ങനെയാണ് തന്നുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് രേവതി. ഇപ്പൊ ചന്ദ്രമതിക്ക് ഇതൊക്കെ കേട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ അമ്മ ഇങ്ങനെ തന്നു പറഞ്ഞിട്ട് നീ എന്തിനാടി വർഷയ്ക്ക് അത് കൊടുത്ത് അവളുടെ വയറ് കേടാക്കാൻ നോക്കുന്നത്? ഏതായാലും വർഷമോളെ, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നാൽ തനിക്കിപ്പോ ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ടെന്നും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും ഹോസ്പിറ്റലിൽ പോകാൻ മുൻപ് ശ്രീകാന്ത് എന്നോട് പറഞ്ഞതാണ്. എന്നാൽ ഞാനാണ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടത്തി എന്തെങ്കിലും മരുന്നുണ്ടാക്കി തരുമല്ലോ, അത് കഴിച്ചിരിക്കാമെന്നും പറഞ്ഞത്. സാരമില്ല ആന്റി, റെസ്റ്റ് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ വയ്യായ്മ എന്നും പറഞ്ഞ് വർഷ അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ റൂമിൽ പോയിട്ട് ഫോൺ നോക്കുമ്പോഴാണ് വർഷയ്ക്ക് തന്റെ ഫോൺ കാണുന്നില്ലെന്ന് മനസ്സിലാവുന്നത്. ഇനിയിപ്പോ സ്റ്റുഡിയോയിൽ വെച്ചെങ്ങാനും മറന്നോന്നും ചിന്തിക്കുന്നുണ്ട് വർഷ. ഏതായാലും ഫോൺ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുന്ന വർഷ ശ്രുതിയുടെ ഫോൺ എടുത്തിട്ട് തന്റെ നമ്പറിലേക്ക് ഒന്ന് റിങ് അടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ വർഷ തന്റെ ഫോണിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ശ്രുതിയുടെ ഫോണിലേക്ക് വേറൊരു കോള് വരുന്നത്. അമ്മ എന്ന സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. വർഷയാണെങ്കിൽ അത് കാണുന്നതും ശ്രുതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴേക്കും കൈ അറിയാതെ തട്ടി ആ കോൾ അങ്ങോട്ട് അറ്റൻഡ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിമല സംസാരിക്കുകയാണ്, ഹലോ മോളെ, നീ എന്താ എന്നെ വിളിക്കാത്തത്? 2 ദിവസമായില്ലേ നീ എന്നെ വിളിച്ചിട്ട്? അമ്മയാണെങ്കിൽ ആകെ പേടിച്ചു പോയി കേട്ടോ. ഇവിടുത്തെ നിന്റെ മോൻ നിന്നെ കാണാതെ വല്ലാതെ വഴക്കാണ്. അതുകൊണ്ട് മോളെ കല്യാണി, നീ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് പോ. മോനാണെങ്കിൽ നിന്നെ കാണാതെ ഏത് സമയവും അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്നെ കാണാതെ ആദ്യമോൻ ആകെ വിഷമിച്ചിരിക്കുക മോളെ. അതുകൊണ്ട് കല്യാണി, നീ ഇനിയും വൈകിക്കല്ലേ കേട്ടോ. നീ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വാ. നിനക്ക് വേറെ നല്ലൊരു ജീവിതം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ മോനെ ഇങ്ങനെ അവഗണിക്കരുത്. എന്റെ മനസ്സിലാണെങ്കിൽ തീയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമല തന്റെ സങ്കടങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോ ഇതൊക്കെ കേട്ട് ഒന്നും പറയാനാവാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ വർഷ. എന്തൊക്കെയാ ഇവർ ഈ പറഞ്ഞത്? അമ്മ എന്ന് പറഞ്ഞ് ഈ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഫോണിലൂടെ ഒരു മോന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, കല്യാണി എന്ന് വിളിക്കുന്നുണ്ട്. ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഇങ്ങനെയെല്ലാം ചിന്തിച്ച് വർഷ കോള് കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം പിന്നെയും അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നാലും അവരിപ്പോ എന്തൊക്കെയാ ഈ പറഞ്ഞത്? ശ്രുതിയെന്നല്ല ഏട്ടത്തിയുടെ പേര്, പിന്നെ ആരാ ഈ കല്യാണി? ശ്രുതിയേട്ടത്തി ഇനി കള്ളം പറഞ്ഞതാണോ അതെല്ലാം? ഏതായാലും ഇനിയിപ്പോ ഇതിനെപ്പറ്റി ചോദിക്കാനോ പറയാനോ ഒന്നും പോകണ്ട. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട്
അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നും തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വർഷയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു ബെല്ല് വരികയാണ്. രേവതിയാണ് വർഷയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഫോണിന്റെ ബെല്ലടി കേട്ട് വർഷയുടെ അടുത്ത് തന്നെയാണ് ഫോൺ കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന രേവതി വർഷയോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേ നിന്റെ ഫോൺ നിലത്ത് കിടക്കുന്നു. വർഷയാണെങ്കിൽ അത് കേട്ട് വേഗം തന്നെ ആ ഫോൺ എടുക്കുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അപ്പോഴും അവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വർഷ പിറ്റേ ദിവസം കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ മുഖമൊക്കെ ആകെ ടാൻ അടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പാർലറിൽ പോയി ഒന്ന് ഫേഷ്യൽ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇക്കാര്യം ശ്രീകാന്തിനോട് കൂടെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഒരു പാർലർ മുതലാളി, നിനക്ക് ശ്രുതിയേട്ടത്തിയുടെ പാർലറിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ വർഷയാണെങ്കിലും സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏട്ടത്തിയുടെ പാർലറിൽ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് പാർലറിലേക്ക് പോവുകയാണ്. അപ്പൊ വർഷ പോകുന്ന അതേ സമയത്ത് തന്നെയാണ് വിമലയും ശ്രുതി ഒന്നും പറയാതെ ഫോൺ വെച്ചതുകൊണ്ടും ആദ്യമാണെങ്കിൽ വല്ലാതെ വഴക്കടിക്കുന്നതുകൊണ്ടും ഒക്കെ ശ്രുതിയെ കാണാനായിട്ട് ആ പാർലറിൽ എത്തിച്ചേരുന്നത്. വിമലയെ കാണുമ്പോഴേക്കും ശ്രുതി ഓടി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ അമ്മേ, എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങോട്ടൊന്നും വരില്ലെന്ന്. നമ്മളെങ്ങാനും സംസാരിക്കുന്ന അബദ്ധത്തിൽ ആരെങ്കിലും കേട്ടാ മതി, പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അമ്മയ്ക്ക്. ഉടനെ വിമൽ പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ഞാൻ ഇന്നലെ വിളിച്ചൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നീ ഫോൺ വെച്ചായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എന്നാൽ ശ്രുതി അമ്പം വിട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ വിളിച്ചെന്നോ? എപ്പോ വിളിച്ചു? ഞാൻ ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആകാറായപ്പോ നിന്നെ വിളിച്ചില്ല മോളെ, നീ ഫോൺ അറ്റൻഡ് ചെയ്തതാണല്ലോ. പക്ഷെ ശ്രുതി പറയും, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തെന്നോ? അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ ഇന്നലെ ഫോണിൽ ചാർജ് ഇല്ലാഞ്ഞിട്ട് ചാർജ് കയറ്റാൻ വെച്ചിട്ടാണ് പുറത്തേക്ക് പോയിരുന്നത്. അല്ല ഇനിയിപ്പോ ആ സമയത്ത് അങ്ങനെ വേണോ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്? വിമലയ്ക്കാണെങ്കിലും അത് അറിയുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ എന്റെ മോളെ, നീ കോൾ അറ്റൻഡ് ചെയ്തെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇനി ആ കോൾ എടുത്തത് വേറെ ആരെങ്കിലും ആയിരിക്കും മോളെ. അത് മിക്കവാറും രേവതി ആവാനാണ് സാധ്യത. അവളെ ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടികളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. അവളിതെല്ലാം കേട്ടിട്ട് അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. ഇനി അവസാന നിമിഷം എല്ലാം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണോ രേവതി? ആലോചിച്ചിട്ട് എനിക്ക് ആകെ ടെൻഷൻ ആവുന്നു അമ്മേ. എന്തായാലും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ വർഷ. ശ്രുതിയുടെ ഈ പരിഭ്രമവും ടെൻഷനും ഒക്കെ കണ്ടിട്ട് വർഷയ്ക്കാണെങ്കിലും എന്തൊക്കെയോ ഡൗട്ട്സ് തോന്നുകയാണ് ശ്രുതിയെ പറ്റിയിട്ട്. അതേസമയം വിമലയാണെങ്കിലും ശ്രുതിയെ കല്യാണി കല്യാണി എന്നാണല്ലോ വിളിക്കുന്നത്. അതും കൂടെ കേൾക്കുമ്പോഴേക്കും ഇവരുടെ പേര് ശ്രുതി എന്നല്ല കല്യാണി എന്നാണ്. ഇന്നലെ ഫോണിൽ വിളിച്ചതും ഈ സ്ത്രീ ആയിരിക്കും, ഇത് ഇവരുടെ അമ്മയാണ് എന്നുള്ള സത്യവും വർഷം മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാലം ഇവരെല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലോ ഈശ്വര. ഇവര് കോടീശ്വരിയാണെന്ന് വരെ പറഞ്ഞല്ലേ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്നത്. ഒരു മകനുള്ള ഇവരാണ് സുധിയേട്ടനെയും ആന്റിയും ഒക്കെ പറ്റിച്ച് അവിടെ സുഖലോലുപതയിൽ കഴിഞ്ഞിരുന്നത്. ഏതായാലും ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വർഷ അവിടെയുള്ള സ്റ്റാഫിനോട് ഞാൻ പിന്നെ വരാമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ്. സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് പോവാൻ കാരണമെന്ന്. അത് പിന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ നിന്നൊരു കോള് വന്നിട്ട് ഞാൻ അവിടേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് വർഷ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീട് വർഷ നേരെ ചെല്ലുന്നത് ശ്രീകാന്തിന്റെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ. ഇതിനിടയിൽ പാർലറിലെ സ്റ്റാഫ് ആണെങ്കിൽ ശ്രുതിയെ വന്നിട്ട് അറിയിക്കുന്നുണ്ട്, ദേ മാഡത്തിന്റെ അനിയത്തി ഇപ്പൊ ഇവിടെ വന്നിരുന്നെന്നും ഫേഷ്യൽ ചെയ്യാനാണ് വന്നിരുന്നതെന്നും. ശ്രുതിക്ക് അത് കേട്ട് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് വർഷം എവിടെയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റുഡിയോയിൽ നിന്നൊരു കോള് വന്നിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ മാഡം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് അറിയിക്കുന്നുണ്ട് അവര്. ഇത് കേൾക്കുന്നതും ശ്രുതിയാണെങ്കിലും ഈശ്വരാന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവയ്ക്കുന്നുണ്ട്. എന്റെ അമ്മയെ അവള് കാണാതിരുന്നത് നന്നായി, ഇല്ലെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു എന്റെ ജീവിതം തൊലഞ്ഞു പോവാൻ. ശേഷം വിമലയോടായിട്ട് അമ്മ പൊയ്ക്കോളാനും ഞാൻ സമയം പോലെ അങ്ങോട്ട് വന്നേക്കാമെന്നും ആദ്യ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞൊന്ന് പിടിച്ചു നിർത്താനും വിമലയോട് പറഞ്ഞിട്ട് വിമലയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് വേഗം. വർഷയാണെങ്കിൽ ഇതിനോടകം തന്നെ ശ്രീകാന്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു, ശ്രുതിയെ പറ്റി താൻ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും. എന്നാലും എന്റെ ശ്രീകാന്തെ, ഇന്നലെ ശ്രുതിയുടെ അമ്മ ഫോൺ വിളിച്ചപ്പോ അവരെന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നും ഇനി റോങ് നമ്പർ വല്ലതും ആണോ അതോ ഇനി എനിക്ക് തെറ്റുപറ്റിയതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇന്ന് പാർലറിൽ വെച്ച് ഞാൻ നേരിട്ട് അവരെ കണ്ടു. ശ്രീകാന്ത്, നിനക്കറിയോ ആ ശ്രുതി എന്ന് പറയുന്നവര് ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് അവര് ശ്രുതിയേട്ടനെയും അതുപോലെ തന്നെ നിന്റെ അമ്മയും ഒക്കെ പറ്റിക്കുന്നത്. ഇതങ്ങനെ നമ്മൾ വെറുതെ ഇടാൻ പാടില്ല, അവരെ ചോദ്യം ചെയ്യുക തന്നെ വേണം, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ ഇനിയും ചതിക്കപ്പെടും. എന്നാൽ ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട് തൽക്കാലം ഇക്കാര്യങ്ങളൊന്നും ആരെയും അറിയിക്കണ്ടെന്ന്.
ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുധിയേട്ടനും എന്റെ അമ്മയ്ക്കും വല്ല അറ്റാക്കും വരും. കാരണം അതുപോലെ പൊക്കിപ്പിടിച്ചല്ലേ അവളെ നടക്കുന്നത്. അവൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം വർഷേ. പിന്നെ സച്ചിയേട്ടനെങ്ങാനും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞാലുള്ള അവസ്ഥ നിനക്കറിയാലോ. അവളെ തൂക്കിയെടുത്ത് കിണറ്റെറിയും. അതുകൊണ്ട് ഇപ്പൊ ആരോടും നമ്മളൊന്നും പറയാൻ പോകണ്ട. ഇത് എവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് തൽക്കാലം നീ ഇതിപ്പോ ആരെ അറിയിക്കാൻ പോകണ്ട. സമയമാവട്ടെ, നമുക്ക് എല്ലാം പറയാം. എന്തായാലും അവളുടെ കള്ളത്തരങ്ങൾക്കൊന്നും ഇനി അധികം ആയുസില്ല. വൈകാതെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്ന ഉറപ്പാ വർഷേ. വർഷയാണെങ്കിലും ശ്രീകാന്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് തൽക്കാലം ഈ രഹസ്യം മനസ്സിൽ തന്നെ സൂക്ഷിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കിടിലൻ എപ്പിസോഡുകളൊക്കെയാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.